ഡിയർ സ്റ്റുഡൻസ്, കെമിസ്ട്രി ലാസ്റ്റ് ചാപ്റ്റർ ഹൈഡ്രോ കാർബൺസ് 8 മാർക്ക് വെയിറ്റേജുള്ള നല്ലൊരു ചാപ്റ്ററാണ്. ഇപ്പം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ +2 കെമിസ്ട്രി ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയാതെ വിടാൻ തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വെരി ഇമ്പോർട്ടൻ്റ് മാത്രം വേണ്ടിയ ആൾക്കാരുണ്ടെങ്കിൽ ഞാനത് സ്ട്രെസ് ചെയ്ത് പറയാം, അത് മാത്രം നോട്ട് ചെയ്യുക. ബാക്കിയുള്ളവർ മൊത്തം നോക്കുക നല്ലതാണ് കേട്ടോ. ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് ആദ്യം ആൽക്കെയിൻസ്, പിന്നെ ആൽക്കീൻസ്, പിന്നെ ആൽക്കൈൻസ്, പിന്നെ അരോമാറ്റിക് കോമ്പൗണ്ട്സ്, അതിൽ ബെൻസീൻ, ഇങ്ങനെയാണ് ഇത് ചാപ്റ്റർ വരുന്നത്. ഫസ്റ്റ് ആൽക്കെയിൻസിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് എന്തായാലും പ്രിപ്പറേഷനാണ്. അതും ഒരു നെയിം റിയാക്ഷനാണ് ഞാൻ പറഞ്ഞത്, വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷൻ ഡയറക്റ്റ് ചോദിക്കാം, അല്ലാതെയും ചോദിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കുക. റിയാക്ഷൻ എത്രയുള്ളൂ? 2RX + 2Na gives RR + 2NX. ഇത് രണ്ട് 2 മോളിക്യൂൾസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുക. എന്തിൻ്റെ പ്രസൻസാണ്? ഡ്രൈ ഈഥറിൻ്റെ പ്രസൻസ്. അപ്പോൾ എന്തുണ്ടാവും? ആൽക്കൈൻ ഉണ്ടാവും. അതാണ് റിയാക്ഷൻ. ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇതിൽ ക്വസ്റ്റ്യൻ എങ്ങനെ, ഹൗ ടു കൺവേർട്ട് ബ്രോമോ മിഥെയിൻ ടു ഈഥെയിൻ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ വുഡ്സ് റിയാക്ഷൻ പഠിച്ചു പോയിട്ട് ഞാൻ പറയാറുണ്ട്, എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക, ഹൗ ടു കൺവേർട്ട്. അപ്പോൾ ആ സമയത്ത് ഇത് ക്ലിക്കായിട്ടില്ലെങ്കിൽ ഇത് വെറുതെ പഠിക്കലാവും. അതുകൊണ്ടാണ് ഇതെങ്ങനെ രീതിയിലും വരാം. അപ്പോൾ നമുക്ക് കൺവേർഷനായിട്ട് ഇത് ചാൻസ് അല്ലെങ്കിൽ ഡാഷ് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹൗ ടു കൺവേർട്ട് ബ്രോമോ മീഥെയിൻ ടു ഈഥെയിൻ എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അതേപോലെ ഒരു പോയിൻ്റ് ഉള്ളത്, പ്രൊഡക്റ്റായിട്ടുള്ള ആൽക്കൈനിൽ എന്തുണ്ട്? 2 കാർബൺ ആറ്റംസ്. ഇത് ആൽക്കൈൽ ഹാലൈഡിൽ 1 കാർബണേ ഉള്ളെങ്കിൽ പ്രൊഡക്റ്റ് ആൽക്കൈൽ 2 കാർബൺ ഉണ്ടാവും. അഥവാ ഈവൺ നമ്പർ ഓഫ് കാർബൺ ഉള്ള പ്രൊഡക്റ്റാണ് വുഡ്സ് റിയാക്ഷനിൽ കിട്ടുക. അടുത്തത് നോക്കട്ടോ, കോൾസ് ഇലക്ട്രോളിസ്. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ആൽക്കൈൻ പ്രിപ്പയർ ചെയ്യാൻ വേറെ മെത്തേഡും ഉണ്ട്. ആ മെത്തേഡ് വുഡ്സ് എന്ന് പോലെ പേരൊന്നുമില്ലെങ്കിലും അത് സിങ്കും HCl തമ്മിലുള്ള റിയാക്ഷനാണ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും, എങ്ങനെയാണെന്ന് അറിയോ? ഹൗ ടു കൺവേർട്ട് ക്ലോറോ മീഥെയിൻ ടു മീഥെയിൻ. ഇത് ഹൗ ടു കൺവേർട്ട് ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ മീഥെയിൻ ടു ഈഥെയിൻ. 2 കാർബണിൽ ഈവൺ നമ്പറുള്ള വരുമ്പോൾ അത് വുഡ്സ് ആണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ ബ്രോമോ മീഥെയിൻ മീഥെയിൻ തന്നെ ആക്കി മാറ്റുകയാണെങ്കിൽ അത് ഇത് സിങ്കും HCl റിയാക്ഷനാണ്. ഇത് പഠിച്ച ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ പോയിൻ്റ് ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഇത് നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തതിലേക്ക് പോവാണ്, കോൾസ് ഇലക്ട്രോളിസിസ്. കോൾസ് ഇലക്ട്രോളിസിസ് ശ്രദ്ധിച്ചോ. റിയാക്ഷൻ എന്താണ് നോക്കൂ. 2CH3CONA അല്ലേ, 2CH3 കൂന എന്തായി മാറും? ഈഥെയിനായി മാറാണ്. സോഡിയം അസറ്റേറ്റിനെ എന്തായും ഈഥെയിനാക്കി മാറ്റുകയാണ്. കോൾസ് ഇലക്ട്രോളിസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആനോഡും കാഥോഡും ഒക്കെ ആയിട്ടുള്ള റിയാക്ഷനാണ് കേട്ടോ. അക്വ സൊല്യൂഷൻ ഓഫ് സോഡിയം അസറ്റേറ്റിനെ ഇലക്ട്രോളിസ് ചെയ്യാണ് ശരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന പോയിന്റ്, ആനോഡിലാണ് എന്തുണ്ടാവുക? ഈഥെയിൻ ഉണ്ടാവുക. അതൊന്നും നോട്ട് ചെയ്യണം. ഈഥെയിനയുടെ കാഥോഡിലല്ല, ആനോഡിലാണ് ഈഥെയിൻ നമുക്ക് ആവശ്യമുള്ള ആൽക്കൈൻ ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇതിലും ഇതേപോലെ 2 മോളിക്യൂൾ എടുത്തിട്ടാണ് റിയാക്ഷൻ നടത്തുന്നതെങ്കിൽ പ്രൊഡക്റ്റ് ആൽക്കൈനിൽ ഈവൺ നമ്പർ ഓഫ് കാർബൺ ഉണ്ടാവും. അത് നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചല്ലോ. ഇനിയും ഇതേപോലെ കണക്റ്റഡ് ആയിട്ട് വേറെ ക്വസ്റ്റ്യൻ നോക്കട്ടോ. ഈ CH3 കൂന ഉണ്ടല്ലോ, അതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരേ ഒരു കാർബണുള്ള മീഥെയിനാക്കി മാറ്റാം. അതിന് കോൾസ് ഇലക്ട്രോളിസ് അല്ല, അതിന് ഉപയോഗിക്കേണ്ടത് NaOHും കാൽസ്യം ഓക്സൈഡും മിക്സ് ചെയ്യുക. എന്നെ പറയാം സോഡാ ലൈം എന്നാണ് പറയുക. അത് നിങ്ങളിതാ ലിസ്റ്റ് ഒന്ന് നോക്കുക, ഇതാണ് NaOHും കാൽസ്യം ഓക്സൈഡും. അപ്പോൾ മീഥെയിൻ ഉണ്ടാവും. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൻ്റെ കൂടെ. നെക്സ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൽക്കൈനിൽ, ആൽക്കൈൻസ് വാട്ടറിൽ അങ്ങനെ സൊല്യൂബിൾ അല്ല, ലെസ് സൊല്യൂബിളാണ്. അപ്പോൾ ഇതിന് കാരണം എന്ന് വെച്ചാൽ അവരെന്താണ്, നോൺ പോളാർ ആയിട്ടുള്ള ആൾക്കാരാണ് ആൽക്കൈൻസ്. വാട്ടർ ആണെങ്കിൽ പോളാറാണ്. ഇനി ബോയിലിംഗ് പോയിൻറ്റിൽ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സാധാരണ നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നുണ്ട്. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ഐസോമറിക് ആൽക്കൈൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ബ്രാഞ്ചിങ്. ഓൺ ഇൻക്രീസ് ഇൻ ബ്രാഞ്ചിങ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ബോയിലിംഗ് പോയിൻറ്റ് കുറയും. കണ്ടോ, പെൻറ്റൈന് 2-മിഥൈൽ ബ്യൂട്ടൈന് 2,2 ഡൈമിഥൈൽ പ്രൊപ്പൈൻ. ഈ 3 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബോയിലിംഗ് പോയിൻറ്റിൽ ഈ 2,2 ഡൈമിഥൈൽ പ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് കൂടിയതിന് വളരെ കുറവാണ് കേട്ടോ. ഓക്കെ, ബ്രാഞ്ച് കൂടുമ്പോൾ എന്ത് ചെയ്യും? ബോയിലിംഗ് പോയിൻറ്റ് കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഐസോമറൈസേഷൻ, അരോമാറ്റൈസേഷൻ, ഇത് രണ്ടുമാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. ഐസോമറൈസേഷനും അരോമാറ്റൈസേഷൻ പറഞ്ഞാൽ എന്താണ്? അരോമാറ്റിക് ആയിട്ടുള്ളത് ബെൻസീൻ ഉണ്ടാവണം. ഐസോമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കൈനിന്ന് ഐസോമർ ഉണ്ടാവണം. അതല്ലാതെ ഈ കൺട്രോൾഡ് ഓക്സിഡേഷനും പൈറോലിസിസും ഒക്കെ നോക്കണം നല്ലതാണ്. കാരണം ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയാണ്. ക്വസ്റ്റ്യൻ എങ്ങനെയും ആവാം. കൺട്രോൾഡ് ഓക്സിഡേഷൻ നോക്കുക, പൈറോലിസിസ് നോക്കുക. ഞാനൊന്നും ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. കൺട്രോൾഡ് ഓക്സിഡേഷനിലൊക്കെ പലതരം റിയേജൻറ്റ്, കാറ്റലിസ്റ്റ് ഒക്കെ മാറുമ്പോൾ ഡിഫറൻറ്റ് പ്രൊഡക്റ്റാണ്, ശ്രദ്ധിക്കണേ.
ദെൻ അടുത്തത് കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞാൽ നേരെ കോൺഫർമേഷൻ ഓഫ് ആൽക്കൈനിലേക്കാണ് പോകുന്നത്. അതിൽ നമ്മൾ എക്സാമ്പിളായിട്ട് ഇതേൻ്റെ കോൺഫർമേഷൻ ഉണ്ട്. അതിൽ എക്ലിപ്സിലും സ്റ്റഗേഡും രണ്ട് തരം പ്രൊജക്ഷൻ ഫോമിൽ വെച്ച് വരച്ച് പഠിക്കാണ്. ഇതൊരു കണക്കിന് സുഖമാണ്, കാരണം ചിത്രം വരച്ച് പഠിക്കാനുള്ളതാകുമ്പോൾ നമുക്ക് മാർക്ക് ഉറപ്പായി സ്കോർ ചെയ്യാം. ഇതിൽ പിന്നെ ടെസ്റ്റ് ചെയ്യാനൊന്നുമില്ല, വരക്കാൻ ചോദിക്കുക, മാർക്ക് വാങ്ങുക. അപ്പോൾ ന്യൂമാൻ പ്രൊജക്ഷൻ ഫോമിൽ വെച്ചിട്ട് വരക്കണം. സോഹോയ്സ് പ്രൊജക്ഷൻ രണ്ടും, ന്യൂമാനും പിന്നെ സോഹോയ്സ്, അതിൽ രണ്ടും വരക്കണം. എക്ലിപ്സിനും വരക്കണം, സ്റ്റാഗേർഡും. എന്നിട്ട് വരച്ച് പഠിച്ചതിന് ശേഷം അടുത്ത പോയിന്റ് എന്താ, സ്റ്റഗേർഡ് ആണെന്ത് മോർ സ്റ്റേബിൾ കേട്ടോ. സ്റ്റഗേർഡ് ആണ് കോൺഫർമേഷൻ ആണെന്ത് മോർ സ്റ്റേബിൾ. ഈ സ്റ്റഗേർഡും എക്ലിപ്സിനും അല്ലാതെ പിന്നെ ഒരു സ്ക്യൂ കോൺഫർമേഷൻസ് ആണ്, കോൺഫർമേഷൻസും ഉണ്ട് കേട്ടോ. അത് നോട്ട് ചെയ്തേക്കുക. പിന്നെ അതിൽ ശ്രദ്ധിക്കാനുള്ളത് അതിൽ ഡൈഹെഡ്രൽ ആംഗിൾ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ, ടോർഷണൽ സ്ട്രെയിനൊക്കെ ഒന്ന് നോക്കുക. ദെൻ ആൽക്കീൻസ്. അപ്പോൾ ആൽക്കെയിൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ആൽക്കീനാണ്. ആൽക്കീനിൽ ഫസ്റ്റ് വരുന്നത് അതിൻ്റെ ജോമെട്രിക്കൽ ഐസോമറിസം, അത് സിസ്ട്രാൻസ് ഐസോമറിസം. അത് ഒരു ബ്യൂട്ടി 2E വെച്ച് എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എന്തായാലും എഴുതി പഠിക്കുക. പിന്നെ ഞാൻ പ്രത്യേകം പറയട്ടെ, എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. സിസ് ഫോം ഓഫ് ആൽക്കീനാണ് മോർ പോളാർ. അതിന് കാരണം അതിൻ്റെ ജോമെട്രി ആയിട്ട് അതിന് ബന്ധമുണ്ട്. എന്ത് സിസ് ബ്യൂട്ടി 2E ഈസ് മോർ പോളാർ എന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അതിനുള്ള കാരണം അത് ജോമെട്രി വരച്ചാൽ കിട്ടും. ദെൻ വേറെ പോയിൻ്റ് ഉള്ളത് സോളിഡ് സ്റ്റേറ്റിൽ ട്രാൻസ് ഐസോമർ ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. അങ്ങനെ അതും ചോദിക്കാം. ട്രാൻസ് ഐസോമറിനാണ് കൂടുതൽ മെൽറ്റിംഗ് പോയിൻറ്റ്. ദെൻ ഞാൻ പറഞ്ഞല്ലോ ഇമ്പോർട്ടൻറ്റ് ഇതുവരെ പറഞ്ഞതിൽ വുഡ്സ് റിയാക്ഷന്, കോൾപ്സ്, ഇലക്ട്രോളിസിസ്, പിന്നെ സ്റ്റാഗേർഡും എക്ലിപ്സിനും വരക്കാൻ പഠിക്കുക. ഇത്രയാണ് വെരി ഇമ്പോർട്ടൻറ്റ് ആവശ്യമുള്ള വെക്കാൻ വേണ്ടിയിട്ട്, അല്ലാത്തവരൊക്കെ പഠിച്ചോട്ടോ. ദെൻ പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ആൽക്കീൻ്റെ പ്രിപ്പറേഷനിലാണ് എന്ത് വരുന്നത് അറിയാം, ലിൻലേസ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ട്. അതെന്താ, പാർഷ്യലി ഡിയാക്ടിവേറ്റഡ് പലേഡൈസർ ചാർക്കോളിനാണ് നമ്മൾ ലിൻലേസ് കാറ്റലിസ്റ്റ് എന്ന് പറയുക. അതേപോലെ അപ്പോൾ അതിൻ്റെ പ്രത്യേകം വെച്ചാൽ ലിൻലേസ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാണ് ആൽക്കീന് സിസ് ജോമെട്രിയ. അതേ സമയത്ത് വേറൊന്നുണ്ട്, സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ. അത് ഉപയോഗിച്ചാണ് നമ്മൾ ആൽക്കീൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിനെന്ത് ട്രാൻസ് ജോമെട്രി ആയിരിക്കും. ട്രാൻസ് ജോമെട്രിയിൽ ആൽക്കീനാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്തോ. ദെൻ അടുത്ത പ്രിപ്പറേഷനിൽ വേറെ എന്താണ്, ഫ്രം ആൽക്കൈൽ, ആർഎക്സാണ് ആൽക്കൈൽ ആലൈഡ് ആണല്ലോ. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ ഫില്ല് ചെയ്യാനൊക്കെ ഒരു ആൽക്കൈൽ ആലൈഡ് ക്ലോറോഇഥേൻ ആൽക്കോളിക് എOHൻ്റെ പ്രസൻസ് ചൂടാക്കാണ്ടല്ലോ. ആൽക്കോളിക് എOHൻ്റെ പ്രസൻസ് ചൂടാക്കുക ഡാഷ് എന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് നിങ്ങൾ എന്ത് വരണം, ഇഥീൻ പ്രൊഡക്റ്റ് വരണം. ഇതിൻ്റെ പ്രത്യേകത ഡീഹൈഡ്രോ ഹാലജനേഷനാണ്. കാരണം ഇതിന് ഹൈഡ്രജനും ഹാലജനും നഷ്ടപ്പെടുന്ന റിയാക്ഷനാണ്. ദെൻ നെക്സ്റ്റ് ഫ്രം ആൽക്കഹോൾസിൻ്റെ എക്സാമ്പിൾ ഉണ്ട്. എത്തനോളിന് എന്താക്കി, ഈഥീനാക്കി. എന്തിൻ്റെ, സൾഫ്യൂരിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് എടുത്തിട്ട് ചൂടാക്കിയത്. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഫില്ല് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ വരെയൊക്കെ ചെയ്യാം. ഇനി കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ആൽക്കീൻസ് ആണ്. കെമിക്കൽ റിയാക്ഷനിലാണ് വെരി ഇമ്പോർട്ടൻറ്റ് റൂൾ മാർക്കോണി-കോഫ്സോൾ വരും. എവിടെ ഇത് വരുന്നത് നോക്കൂ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്, ആൽക്കീൻസുമായിട്ട് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരിക, മാർക്കോണി-കോഫ്സോൾ. അപ്പോൾ ഇത് എക്സാമ്പിളായിട്ടൊക്കെ പ്രൊപ്പീൻ പോലത്തെ അൺസിമെട്രിക് ആൽക്കീനായിട്ട് HX ആഡ് ചെയ്യുമ്പോൾ, ആൽക്കൈൽ HX ആണ് ഹൈഡ്രജൻ ഹാലൈഡ്. അത് ഒരു എക്സാമ്പിൾ HBr കൊടുത്തു. കണ്ടല്ലേ, രണ്ട് പ്രൊഡക്റ്റാണ്. ഇത് മേജർ ഉണ്ട്, മൈനർ ഉണ്ട്. 2 ബ്രോമോപ്രൊപ്പെയിൻ ഉണ്ട്, 1 ബ്രോമോപ്രൊപ്പെയിൻ ഉണ്ട്. മേജർ പ്രൊഡക്റ്റ് അങ്ങനെ വന്ന് മനസ്സിലായല്ലോ അല്ലേ. അതാണ് മാർക്കോണി-കോഫ്സോൾ. ഇതിൻ്റെ HBrൻ്റെ നെഗറ്റീവ് പാർട്ട് ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഏത് കാർബണിലാണോ കുറച്ച് ഹൈഡ്രജനിൽ അവിടെ വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ 2 ബ്രോമോപ്രൊപ്പെയിൻ മേജർ, അതിനകത്ത് 1 ബ്രോമോപ്രൊപ്പെയിൻ മൈനർ. ഒറ്റ പ്രൊഡക്റ്റ് മാത്രം എഴുതാൻ ഡാഷ് ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ നിങ്ങൾ മേജർ മാത്രം എഴുതിയാൽ അത് മൈനർ മെൻഷൻ ചെയ്യേ വേണ്ട കേട്ടോ. ഇനി അടുത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആൻറ്റി മാർക്കോണി-കോഫ്സോൾ പെറോക്സൈഡ് എഫക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ കറാഷ് എഫക്റ്റ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ ഈ പ്രൊപ്പീൻ തന്നെ HBr ആയിട്ടാണ്. HBr മാത്രമേ ഇതിൽ പറ്റുള്ളൂ കേട്ടോ. ആൻറ്റി മാർക്കോണി-കോഫ്സോൾ HBr മാത്രം. മറ്റേത് HCl എല്ലാം പറ്റും, എല്ലാ ഹൈഡ്രജൻ ഹാലൈഡും പറ്റുമെങ്കിൽ ആൻറ്റി മാർക്കോണി-കോഫ്സോൾ പറയുമ്പോൾ പെറോക്സൈഡ് HBrഉം ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് വരും, നേരത്തെ മൈനറായി വന്ന ആൾ മാത്രമാണ് ഇവിടെ മേജറായി വരും. ഒക്കെ തിരിഞ്ഞ് വരും, ഉൾട്ട. ആൻറ്റി തന്നെയാണല്ലോ, ആൻറ്റി പേരിൽ തന്നെ ആൻറ്റി ഉണ്ട്, മാർക്കോണിൻ്റെ ശത്രുവാണിത് എന്ന് വിചാരിക്കുക. ഇത് പെറോക്സൈഡ് എഫക്റ്റ്. ദെൻ ഓക്സിഡേഷൻ, അടുത്ത റിയാക്ഷൻ ഓക്സിഡേഷൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഈ പേര് ബേസ് റിയേജൻറ്റ് ചോദിക്കും. ഓക്സിഡേഷനിൽ വരുന്ന സംഭവമാണ് ബേസ് റിയേജൻറ്റിൻ്റെ പ്രസൻസിൽ പറഞ്ഞാൽ കോൾഡ് ഡൈല്യൂട്ട് അക്വ സൊല്യൂഷനോ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണ് ബേസ് റിയേജൻറ്റ്. അത് ആൽക്കീനായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഒരു എന്തുണ്ടാവും, ഗ്ലൈക്കോളാണ് ഉണ്ടാവുക. അത് നോക്കുക, ഗ്ലൈക്കോൾ. ദെൻ അടുത്തത് ഓസോണോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൊപ്പീൻ, നേരത്തെ പറഞ്ഞ മാർക്കോണി-കോഫ്സോൾ ഇമ്പോർട്ടൻ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഓസോണോളിസിസ് നന്നായിട്ട് എഴുതി പഠിക്കുക. അങ്ങനെ ഒരു എക്സാമ്പിൾ ഉണ്ടോ, പ്രൊപ്പീൻ ഓസോണായിട്ട് ചേർന്നാൽ ആദ്യം പ്രൊപ്പീൻ ഓസോണൈഡാണ് ഉണ്ടാവുക,
പിന്നെയാണ് എന്താവുക, അത് സിങ്ക് വാട്ടറൊക്കെ ചേർക്കുമ്പോൾ എന്താവും, അത് കഷ്ണങ്ങളാവും. എത്തനാളും ആവും. ആൽഡിഹൈഡ് 2 കഷ്ണം. ഇതിൽ കീറ്റോൺ ഉണ്ടാവേണ്ടത് നന്നായിട്ട് എഴുതി പഠിക്കണം. ഇതിൻ്റെ റിവേഴ്സ് റിയാക്ഷൻ അടക്കി എഴുതണം. അത് പ്രൊഡക്റ്റ് തന്നിട്ട് ഇതിലെടുത്ത് ആൽക്കീൻ ഏതാണെന്നൊക്കെ ചോദിക്കുക, ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ദെൻ അടുത്തത് ആൽക്കൈൻസായി. ആൽക്കൈൻസ് എത്തുമ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഇത് കാൽസ്യം കാർബൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇഥൈൻ ഉണ്ടാക്കുന്ന റിയാക്ഷൻ. കാൽസ്യം കാർബൈഡിന് എന്ത് ചെയ്താൽ CaC2 കേട്ടോ, CaC2 വെള്ളം ചേർക്കുക. അപ്പോൾ ഇതാ ഇഥൈൻ C2 വെച്ചിട്ടുണ്ടാവുന്നത്. നന്നായിട്ട് ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കാം, എഴുതി പഠിക്കുക. ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വരുമ്പം ഇതിലൊരു ആസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൻ ഉണ്ട്. ശരിക്കും ആൽക്കീനും ഇല്ലാത്തൊരു ക്യാരക്ടറാണ് ആൽക്കൈനുള്ള ആസിഡിക് ക്യാരക്ടർ. അതിന് കാരണം ആൽക്കൈനിൽ ഇപ്പോൾ ഇഥൈനൊക്കെ എടുത്താൽ കാർബൺ sp ഹൈബ്രിഡൈസ്ഡാണ്. എസ് ക്യാരക്ടർ കൂടുതലാണെന്നുള്ള കാരണം ഇതിലത്തെ ഹൈഡ്രജൻ ആസിഡിക് ക്യാരക്ടർ ഉണ്ട്. അതിന് കാരണം എസ് ക്യാരക്ടർ കൂടിയ കാർബൺ ഉണ്ടായതുകൊണ്ടാണ്. അത് നോക്കുക. ഈ കമ്പാരിസണൊക്കെ ചോദിക്കട്ടോ. കണ്ടോ, ആൽക്കൈനാണ് ഇഥൈനാണ് മോർ ആസിഡിക് ക്യാരക്ടർ. ആസിഡിക് ക്യാരക്ടറിൻ്റെ ഡിക്രീസിങ് ഓർഡറിലാണ്. അടുത്തത് കണ്ടോ, വേറൊന്ന് ഇഥൈനും പിന്നെ പ്രൊപ്പ് 1YNEയും കണ്ടേ, അതേപോലെ ബ്യൂട്ട് 2YNEയും. അപ്പോൾ അതിൽ പ്രത്യേകം മനസ്സിലായില്ലേ, എച്ചിൻ്റെ എണ്ണം ഇത് എന്തെച്ച് കാണും, sp ഹൈബ്രിഡൈസിൽ ബോണ്ട് ചെയ്ത എച്ച് ഇതിൽ 2 ഉണ്ട്, ഇതിലോ 1 ഉള്ളൂ, ഇതിലൊറ്റൊന്നുമില്ല. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 1 ആൽക്കൈൻ അതിനെ പറയാം. ഞാൻ ഡീറ്റെയിലേക്ക് പോയില്ല, അത് നന്നായി പഠിക്കുക. ദെൻ സൈക്ലിക് പോളിമറൈസേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ശരിക്കും എന്താണത്, ഇഥൈനെ കൺവേർട്ട് ചെയ്തിട്ട് ബെൻസീനാക്കി മാറ്റേണ്ട റിയാക്ഷനാണ്. 3 ഇഥൈൻ മോളിക്യൂൾ കണ്ടല്ലോ. അത് ശ്രദ്ധിക്കാനുള്ളത് റെഡ് ഹോട്ട് അയൺ ട്യൂബ്. അത് നന്നായി നോക്കണം ക്വസ്റ്റ്യനിൽ. റെഡ് ഹോട്ട് അയൺ ട്യൂബ് ഉണ്ടെങ്കിൽ 873 കെൽവിനിൽ ചൂടാക്കിയാൽ അത് ബെൻസീനായി മാറും. അപ്പോൾ ഇത്രയാണ് ബെൻസീനിലേക്ക് എത്തി. ഇനി നമുക്ക് അരോമാറ്റിക് കോമ്പൗണ്ട്സിനെ പറ്റി പറയാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയട്ടെ, ഈ മാർക്കോണി കോഫ്സൂൾ പഠിച്ച ആൾക്ക് അഡീഷൻ ഓഫ് വാട്ടറൊക്കെ ക്വസ്റ്റ്യൻ വരട്ടെ. എന്ത് പ്രൊപ്പീലിൽ H2O ചേർക്കുമ്പോൾ കണ്ടല്ലോ, ഇവിടെ മാർക്കോണി കോഫ്സൂൾ പ്രകാരമാണ് പ്രൊപ്പാൻ ടു ഓൾ പ്രൊഡക്റ്റ് വന്നത്. ഓക്കെ, ഇനി അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. അരോമാറ്റിക് കോമ്പൗണ്ട്സ് അപ്പോൾ അതിൽ ബെൻസീനാണ്. ബെൻസീൻ ആദ്യം ഫാരഡേ ആണ് കണ്ടെത്തിയത്. സ്ട്രക്ചർ കെക്കുലെ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് പഠിച്ചതും കണ്ടെത്തിയതും. അതിൽ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട അരോമാറ്റിസിറ്റിയാണ്. അതിലുള്ള റൂളിൻ്റെ പേരാണ് ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി. ഹക്കൽസ് റൂളിൽ കൂടുതൽ ഞാൻ പറയില്ല. ഹക്കൽസ് 4n+2 പൈ ഇലക്ട്രോൺസ് ഉള്ള അരോമാറ്റിക് എന്ന് പറഞ്ഞതാണ്. ഇതിൻ്റെ കുറേ ഷേപ്പുകൾ തന്നിട്ട് മോഡലിനൊക്കെ ചോദിച്ച പോലെ അരോമാറ്റിക് ആണോ അല്ലേ എന്ന് കണ്ടെത്താൻ പറയാൻ. ഓക്കെ, ദെൻ പ്രിപ്പറേഷൻ ഓഫ് ബെൻസീനിൽ നേരത്തെ സൈക്ലിക് പോളിമറൈസേഷൻ ഒന്ന് നമുക്ക് ചേർക്കാം ഇഥൈൻ്റെ. ഓക്കെ, അതല്ലാതെ നോക്കൂട്ടോ, ഡീകാർബോക്സിലേഷൻ ഓഫ് അരോമാറ്റിക് ആസിഡ്സ് ഉണ്ട്. വേറൊന്നുള്ളത് അത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയി തോന്നുകയാണ് എനിക്ക്, റിഡക്ഷൻ ഓഫ് ഫീനോളിനെ ബെൻസീനാക്കണേ. എങ്ങനെ നോക്കൂ, ഫീനോളിനെ സിങ്ക് ഡസ്റ്റിൻ്റെ പ്രസൻസിലാണ് ബെൻസീനാക്കുക. അതൊക്കെ ഹൗ ടു കൺവേർട്ടൊക്കെ വരിക, ഹൗ ടു കൺവേർട്ട് ഫീനോൾ ടു ബെൻസീൻ. അപ്പോൾ വരുമ്പോൾ വേണം സിങ്ക് ഒക്കെ സിങ്കം വരും. ഓക്കെ, ദെൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ട്. അത് എഴുതി പഠിക്കാൻ വേറൊരു മാർഗ്ഗമില്ല. അതിൽ നൈട്രേഷൻ ഉണ്ട്. നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ ബെൻസീനെ നൈട്രോ ബെൻസീൻ ആക്കുക. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ എന്താവാം, ഹൗ ടു കൺവേർട്ട് ബെൻസീൻ ടു നൈട്രോ ബെൻസീൻ. അടുത്ത എന്താ, ഹാലജിനേഷൻ. ഹൈഡ്രേഷൻ്റെ ഇത് നൈട്രേറ്റ് മിക്സ്ചർ വെച്ചായിട്ട് ചെയ്യുക. അത് എഴുതി പഠിക്കന്നെ. ഹാലജിനേഷനിലൊക്കെ എന്താ, ബെൻസീൻ എന്താക്കി മാറ്റുകയാണ്, അത് ഹാലോ ബെൻസീൻ. അത് ക്ലോറോ ബെൻസീൻ. കണ്ടോ, ക്ലോറോ ബെൻസീൻ ആക്കാൻ എന്ത് വേണം, ക്ലോറിൻ ചേർക്കണം. പിന്നെ ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് വേണം. എഴുതി പഠിക്കുക. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഒക്കെ ഉപയോഗിച്ച് അതൊക്കെ ചെയ്യണത്. ദെൻ സൾഫോണേഷൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ സൾഫോണിക് ആസിഡാക്കി മാറ്റുന്നതാണ് സൾഫോണേഷൻ. അത് ഒലിയം ചേർത്തിട്ട് ബെൻസീൻ സൾഫോണിക് ആസിഡാക്കി മാറ്റും. ദെൻ ഫ്രീഡൽ ക്രാഫ്റ്റ്സിൻ്റെ 2 റിയാക്ഷൻ ഉണ്ട്. ആൽക്കൈലേഷൻ ഉണ്ട്, അസൈലേഷൻ ഉണ്ട്. ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. നല്ല ചാൻസാണ്. ബെൻസീൻ ടു ടൊളുവിൻ. ബെൻസീനെ ടൊളുവിനാക്കാൻ ആൽക്കൈലേഷനാണ് നടത്തുക. ബെൻസീൻ CH3Cl ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ടൊളുവിനാവും. കൺവേർഷൻ ക്വസ്റ്റ്യൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് എന്താ, അസൈലേഷൻ. അതിൽ ബെൻസീൻ നമ്മളൊക്കെ എന്താ ചെയ്യും, CH3COCl ചേർത്തിട്ട്, അപ്പോൾ ബെൻസീറിങ്ങിൻ്റെ മുകളിൽ COCH3 വരുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ പേരാണ് അസറ്റോഫീനോൺ, കീറ്റോൺ ആവും. അതുകൊണ്ടാണ് ബെൻസീൻ അസറ്റോഫീനോൺ ആക്കാനുള്ള റിയാക്ഷനായിട്ട് കൺവേർഷനായിട്ട് പറയുന്നതൊക്കെ. അതിന് അസറ്റിക് അൺഹൈഡ്രൈഡ് ഉപയോഗിക്കട്ടോ, അത് ശ്രദ്ധിക്കുക. ദെൻ ഇതിലൊരു പ്രത്യേക പോയിന്റ് പറയാനുള്ളത്, ഇത് ശ്രദ്ധിച്ചോളൂ. നേരത്തെ നമ്മൾ ഹാലജിനേഷനിൽ ഒരു ക്ലോറിൻ മോളിക്യൂൾ ആണെങ്കിൽ ഇവിടെ കണ്ടോ എക്സസ് ഓഫ് ക്ലോറിൻ എടുത്തപ്പോൾ അത് ബെൻസീന് 6 ക്ലോറിൻ മോളിക്യൂൾ. ശ്രദ്ധിച്ചോ, ആരോൻ്റെ മുകളിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണിത്. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡും ഡാർക്ക് കോൾഡ് ഇരുട്ട് തണുപ്പ്. കണ്ടാൽ മനസ്സിലാക്കണം പ്രൊഡക്റ്റ് C6Cl6 C6Cl6. പിന്നെ എന്തുകൊണ്ടാവും 6 HCl. C6 അതിന് HCB എഴുതി എന്താ അറിയോ, ഹെക്സാ ക്ലോറോബെൻസീൻ അതിൻ്റെ പേര്, ഹെക്സാ ക്ലോറോബെൻസീൻ. അതിൽ ശരിക്കും എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ബെൻസീറിങ്ങിൽ അതിലുണ്ടാവും, ബെൻസീറിങ് അതിൽ തന്നെ ഉണ്ടാവും ആ ചിത്രത്തിൽ. ഇനി അടുത്തത് നോക്കൂടെ, അഡീഷൻ റിയാക്ഷനാണ്.
അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ 2 അഡീഷനാണ് മെയിൻ. അതിലൊന്ന് ബെൻസീനെ സൈക്ലോഹെക്സേൻ ആക്കണം. ശരിക്കും അത് റിഡക്ഷൻ ആണ്. ബെൻസീനെ നിക്കൽ കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് എന്താക്കുക, നമുക്ക് എന്താക്കി മാറ്റാം, ചൂടാക്കിയാൽ സൈക്ലോഹെക്സേൻ ആക്കുക. അപ്പോൾ ഹൗ ടു കൺവേർട്ട് ബെൻസീൻ ടു സൈക്ലോഹെക്സേൻ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ റിഡക്ഷൻ ആണ് വിത്ത് 3 ഹൈഡ്രജൻ. ഇനി അടുത്തത് നോക്കും, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബെൻസീൻ എന്താക്കുക, BHC ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. നേരത്തേത് ഇതാ ഡിഫറൻസ് എന്താ, സൈക്ലോ ഇല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. മറ്റേത് നേരത്തെ എഴുതിയിട്ട് തൊട്ട് മുകളിൽ നോക്കുക, നമ്മൾ കണ്ടത് HCB ഹെക്സാക്ലോറോ ബെൻസീന. അപ്പോൾ നോക്കൂ, ഇത് അൾട്രാ വയലറ്റ് 500 കെൽവിൻ. എന്നിട്ടോ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ള, ബെൻസീൻ 3 ക്ലോറിൻ മോളിക്കൂളാണ്. നേരത്തെ 6 ആണ്, ഇത് മാറിപ്പോകരുത്. ഇതിൽ ശരിക്ക് C6 പിന്നെ H6Cl6 എഴുതി പഠിക്കുക. ഇതിൽ ബെൻസീറിങ്ങേ ഉണ്ടാവില്ല പ്രൊഡക്റ്റിൽ. ഓക്കെ, ദെൻ ലാസ്റ്റ് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സിനെ പറ്റിയാണ്. അത് റെസനൻസ് നന്നായിട്ട് അറിയുന്നവർക്ക് ക്ലിയർ ആയിട്ട് കിട്ടും അത്. ഓക്കെ, റെസനൻസ് അറിഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ദെൻ ലാസ്റ്റ് കുറച്ചൊന്ന് നോക്കുക, കാർസിനോജനിസിറ്റി ആൻഡ് ടോക്സിസിറ്റി. ചില ഈ റിങ്ങുകൾ കൂടുതലുള്ള കോമ്പൗണ്ട്സ്, ഇപ്പോൾ നാഫ്തലീനും കഴിഞ്ഞ് ആന്ത്രസീനും കഴിഞ്ഞതിന് ശേഷം കൂടുതൽ റിങ്ങൊക്കെ ഫ്യൂസ് ചെയ്ത കോമ്പൗണ്ടിന് അത് ക്യാൻസറിന് കാരണമാവുന്ന ഒരു സ്വഭാവമുണ്ട്. ഭയങ്കര വിഷമാണ്. ആ ഭാഗം നോക്കുക. അതിൽ ടൊബാക്കോനൊക്കെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, നന്നായിട്ടൊന്ന് എഴുതി പഠിക്കണം അതൊക്കെ.